ഹോമിയോപ്പതി വകുപ്പിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് നിയമനങ്ങൾ നൽകാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഇടതുപക്ഷാനുഭാവികൾക്ക് നിയമനം നൽകാനൊരുങ്ങുന്നുവെന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സ്ഥലം മാറ്റ വിജ്ഞാപനത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പെരുമാറ്റച്ചട്ട ലംഘനം. ആരോഗ്യവകുപ്പിലെ ഹോമിയോപ്പതി വിഭാഗത്തിൽ സ്ഥലം മാറ്റ നിയമനങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇടതുപക്ഷ അനുഭാവികൾക്ക് നിയമനം നൽകാൻ ഒരുങ്ങുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് പുറത്തിറക്കിയ വിജ്ഞാപനത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ആരോഗ്യവകുപ്പിലെ ഹോമിയോ വിഭാഗത്തിലെ ജീവനക്കാർക്ക് മാത്രമാണ് പൊതുസ്ഥലം മാറ്റത്തിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. മാർച്ച് 25 മുതൽ ഏപ്രിൽ 17 വരെയാണ് സ്ഥലം മാറ്റത്തിന് അപേക്ഷിക്കുവാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. സ്ഥലം മാറ്റത്തിന് അപേക്ഷിക്കുന്നവർ ഓൺലൈൻ ഫോറമായ സ്പാർക്കിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്ത ജീവനക്കാരെ മാത്രമേ സ്ഥലം മാറ്റത്തിന് പരിഗണിക്കുകയുള്ളൂവെന്നും അറിയിപ്പിൽ പറയുന്നു. ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ DDA ഓഫീസിൽ പ്രോസസ് ചെയ്യുന്നതിന് അപേക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഓൺലൈൻ വഴിയായി സമർപ്പിക്കപ്പെടുന്ന രേഖകളിൽ സൂക്ഷ്മമായി പരിശോധന നടത്തുകയും തെറ്റുകളില്ലെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ മാത്രമേ സ്ഥലം മാറ്റത്തിനായി പരിഗണിക്കുകയുള്ളൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ധൃതി പിടിച്ചുകൊണ്ടുള്ള സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന ആക്ഷേപങ്ങളും ഉയരുകയാണ്. ഗുരുതരമായ പെരുമാറ്റച്ചട്ടം ലംഘിച്ച ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. ജനം, തിരുവനന്തപുരം.